സിനിമയിലെ സംഭാഷണങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമൊപ്പം നമ്മെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലെ പാട്ടുകൾക്ക് കഴിയാറുണ്ട്. സിനിമയെ ജനപ്രിയമാക്കുന്നതിലും ഗാനങ്ങൾക്കേറെ സ്വാധീനമുണ്ട്. മുത്തശ്ശി കഥയിലൂടെ മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്. മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി 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 പൂവിടാം കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി. പൂവിടാം കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി. പറന്നാണോ പറന്നാണോ പല്ലക്കിലാണോ പല്ലക്കിലാണോ നടന്നാണോ നടന്നാണോ ഇരിയിരുന്നാണോ ഇരിയിരുന്നാണോ. മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി 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 ഒറ്റക്കാതിൽ സൂര്യനെ ഞാത്തി സൂര്യനെ ഞാത്തി മറ്റേ കാതോ വെറുതെ ഞാത്തി വെറുതെ ഞാത്തി. ആയിരമണിയൻ തുറികണ്ണ് 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 കാടും മേടും കുത്തിമറിക്കാൻ ആഴിവേട കോമ്പല്ല് കോമ്പല്ല് കോമ്പല്ല്. ആകാശ പന്നി നീട്ടിയ കുള്ളിയാന്തേറ്റ കുള്ളിയാന്തേറ്റ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പേടിപ്പിച്ചോണ്ട് പേടിപ്പിച്ചോണ്ട് പേ പറഞ്ഞോണ്ട് പേ പറഞ്ഞോണ്ട് നമ്മൾ ഉറങ്ങുമ്പം മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി കുമ്മാട്ടി കുമ്മാട്ടി. കുമ്മാട്ടി എന്ന ചലച്ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതിയ ഗാനമാണ് മുത്തശ്ശി കഥയിലൂടെ എന്ന പാഠഭാഗം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. വിവരണം തയ്യാറാക്കാം. കുമ്മാട്ടിയുടെ വരവിനെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? വിവരണം തയ്യാറാക്കുക. അടിസ്ഥാന പാഠാവലിയിലെ കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിക്കണം. കുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് കുമ്മാട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആകാശം മുട്ടുന്ന തലയെടുപ്പോടെ പാതാളക്കുഴിയിൽ പാദം ഊന്നിയാണ് കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. മാലയും ചേലയും കുമ്മാട്ടി അണിഞ്ഞിട്ടുണ്ട്. കുമ്മാട്ടിയുടെ ശരീരം മറച്ചിരിക്കുന്നത് കുമ്മാട്ടിപ്പുല്ലുകൊണ്ടാണ്. ഒരു കാതിൽ സൂര്യനെ പോലെ തിളങ്ങുന്ന കമ്മലണിഞ്ഞിരിക്കുന്നു. മറ്റേ കാത് വെറുതെ ഞാത്തിയിട്ടിരിക്കുന്നു. കുമ്മാട്ടിയുടെ തുറിച്ച കണ്ണും കോമ്പല്ലും കണ്ടാൽ പേടിച്ചു പോകും. പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെയാണ് കുമ്മാട്ടി വരുന്നത്. പാട്ടുകാരുടെ അകമ്പടിയോടെ ഓരോ അഭ്യാസങ്ങൾ കാണിച്ചും എന്തൊക്കെയോ പറഞ്ഞുമാണ് കുമ്മാട്ടിയുടെ വരവ്. അടുത്ത പ്രവർത്തനം നോക്കാം. കഥകൾ വായിക്കാം. മുത്തശ്ശി കഥയിലോ കഥാപുസ്തകങ്ങളിലോ കുമ്മാട്ടിയെപ്പോലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുമല്ലോ. അത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച് ലഘുവിവരണം അവതരിപ്പിക്കുക. മായാവി. മായാവി ഒരു കുട്ടിച്ചാത്തനാണ്. രാജുവും രാധയുമാണ് അവൻ്റെ കൂട്ടുകാർ. ദുർമന്ത്രവാദിനിയായ ഡാകിനിയുടെ കുപ്പിയിൽ നിന്നും രക്ഷപ്പെടുത്തിയതോടെയാണ് മായാവി ഇവരുടെ സുഹൃത്താവുന്നത്. മായാവി തൻ്റെ ദണ്ടുപയോഗിച്ച് കൂട്ടുകാരെ രക്ഷിക്കും. മായാവിയുടെ ശക്തി മുഴുവൻ മാന്ത്രിക ദണ്ടിലാണുള്ളത്. അദൃശ്യനാകാനുള്ള കഴിവും മായാവിക്കുണ്ട്. മുക്കുവനും ഭൂതവും. ഒരിക്കൽ ഒരു മുക്കുവൻ വല വീശിയപ്പോൾ ഒരു കുടം കിട്ടി. മുക്കുവൻ ആകാംക്ഷയോടെ കുടത്തിൻ്റെ മൂടി തുറന്നു. കുടത്തിൽ നിന്നും വലിയൊരു ഭൂതം പുറത്തു വന്നു. ഇത്രയും നാൾ തന്നെ രക്ഷിക്കാൻ ആരും വരാതിരുന്നതുകൊണ്ട് ഇനി വരുന്നവനെ കൊന്നു തിന്നും എന്ന പ്രതിജ്ഞ തനിക്കുണ്ടെന്ന് ഭൂതം മുക്കുവനോട് പറഞ്ഞു. ഇതുകേട്ട് മുക്കുവൻ ഞെട്ടി വിറച്ചു. എങ്ങനെയെങ്കിലും ഭൂതത്തെ കുടത്തിലാക്കാൻ അയാൾ തീരുമാനിച്ചു. ഭൂതം ഈ കുടത്തിനുള്ളിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് മുക്കുവൻ തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട ഭൂതത്തിന് ദേഷ്യം വന്നു.
ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഭൂതം കുടത്തിലേക്ക് തിരികെ കയറിപ്പോയി. ഈ തക്കം നോക്കി മുക്കുവൻ കുടം മൂടിക്കൊണ്ടടച്ചു. അടുത്ത പ്രവർത്തനം നോക്കാം. ഗാനമേള സംഘടിപ്പിക്കാം. കഥാരൂപത്തിലുള്ള ഒരു പാട്ടാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. ഇതുപോലെ വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ പട്ടികപ്പെടുത്തുക. ഈ ഗാനശേഖരം ഉപയോഗിച്ച് ഗാനമേള ഒരുക്കുമല്ലോ. ലഭ്യമാകുന്ന വാദ്യോപകരണങ്ങൾ കൂടി ഉപയോഗിക്കുക. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മരിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മരിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. കാനനം മഞ്ഞിൽ മുങ്ങുന്നാളൊന്നിൽ കണ്ടെത്തി സിംഹം ഒരു മാൻപേടയെ. രണ്ടുപേരും സ്നേഹമായി ചേർന്നു വാഴും വേളയായി ജീവിതം സൗമ്യമായി നീങ്ങിടും കാലം. പൂവിടും കാലം. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മരിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. തമ്മിൽ പുണരാൻ പണ്ടു മുതൽക്കേ തപസ്സു ചെയ്യുന്നു. ഇവർ തപസ്സു ചെയ്യുന്നു. തമ്മിൽ പുണരാൻ പണ്ടു മുതൽക്കേ തപസ്സു ചെയ്യുന്നു. ഇവർ തപസ്സു ചെയ്യുന്നു. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. അമ്പലപ്പുഴ രാജാവിൻ്റെ അരുമക്കിടാത്തി പൊൻചെമ്പകപ്പൂ നിറമുള്ള കൊച്ചു തമ്പുരാട്ടി. അമ്പലപ്പുഴ രാജാവിൻ്റെ അരുമക്കിടാത്തി പൊൻചെമ്പകപ്പൂ നിറമുള്ള കൊച്ചു തമ്പുരാട്ടി. പണ്ടൊരിക്കൽ പമ്പയാറ്റിൻ കുളിക്കടവിൽ. പണ്ടൊരിക്കൽ പമ്പയാറ്റിൻ കുളിക്കടവിൽ വച്ചു കണ്ടുമുട്ടി കണ്ടാൽ നല്ലൊരു കാലിച്ചെറുക്കനെ. കണ്ടുമുട്ടി കണ്ടാൽ നല്ലൊരു കാലിച്ചെറുക്കനെ. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. പട്ടികപ്പെടുത്താം. ചലച്ചിത്രത്തെ അറിവിനും വിനോദത്തിനുമായി നാം ഉപയോഗിക്കുന്നു. ഇതുപോലെ മറ്റെന്തെല്ലാം ദൃശ്യമാധ്യമങ്ങളാണ് ഇക്കാലത്ത് ഉപയോഗിച്ചു വരുന്നത്? പട്ടികപ്പെടുത്തി ഓരോന്നിൻ്റെയും പ്രയോജനം വിശദമാക്കുക. ടെലിവിഷൻ. ഇന്ന് ജനങ്ങൾ അറിവിനും വിനോദത്തിനുമായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമമാണ് ടെലിവിഷൻ. വാർത്ത, സിനിമ, സംഗീതം, നൃത്തപരിപാടികൾ, സ്റ്റേജ് ഷോകൾ, സ്പോർട്സ് മുതലായവ ടെലിവിഷനിലൂടെ നമുക്ക് കാണാൻ കഴിയും. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും. ഇന്നത്തെ ഏറ്റവും ജനപ്രിയ ആശയവിനിമയ മാധ്യമമാണ് ഇൻ്റർനെറ്റ്. ലോകത്തെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ഇൻ്റർനെറ്റ്. ഗൂഗിൾ പോലുള്ള വ്യത്യസ്ത സെർച്ച് എഞ്ചിനുകളുടെ സഹായത്തോടെ ഒരാൾക്ക് ആവശ്യമുള്ള വെബ് പേജ് കണ്ടെത്താം. സ്മാർട്ട് ഫോണുകൾ. പരസ്പരമുള്ള ആശയവിനിമയത്തിനും ചിത്രങ്ങൾ, റീലുകൾ, സിനിമകൾ എന്നിവ പങ്കിടാനും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്താനും സ്മാർട്ട് ഫോണിലൂടെ കഴിയുന്നു.